ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തേത് ചെറിയൊരു ട്രാവൽ വ്ളോഗാണ്. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പം ഞാൻ എടുത്ത വീഡിയോ ആണ്. ആ സമയത്ത് എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോസ് എടുക്കും, അതിനെ ഏതെങ്കിലും ഒരു മ്യൂസിക് ഇട്ടങ്ങ് അപ്ലോഡ് ചെയ്യുമായിരുന്നു. 1-2 വർഷം മുമ്പേ ഉള്ള വീഡിയോസ് എടുത്ത് നോക്കുവാണെങ്കിൽ അറിയാൻ പറ്റും, അതിനെല്ലാം ഭയങ്കര ഷേക്കാണ്. അപ്പം ഇപ്പോഴാണ് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നത്. വൈപ്പിൻ ടു ഫോർട്ട് കൊച്ചി ജങ്കാറിലാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചയും അതുപോലെ തന്നെ ഫോർട്ട് കൊച്ചിയിലെ കുറച്ച് കാഴ്ചയൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ എടുത്തുകൊണ്ട് സംസാരിക്കാൻ എനിക്കറിയില്ല, അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോസ് എടുത്ത് അതിന് ശേഷമാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. ചില ബ്ലോഗേഴ്സൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നതോടൊപ്പം തന്നെ സംസാരിച്ച് പോകുന്നത്. പക്ഷേ അങ്ങനെ ഞാൻ 2-3 പ്രാവശ്യം നോക്കി, പക്ഷേ എല്ലാം തെറ്റിപ്പോവും. അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. കാരണം പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്താൽ മതി. ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ വോയിസ് ഓവർ കൊടുക്കണം, അത് കുറച്ച് പാടാണ്. അങ്ങനെ ഞാൻ വൈപ്പിനിൽ നിന്ന് ഫോർട്ട് കൊച്ചിക്കുള്ള ജങ്കാറിൽ കയറി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ജങ്കാറിലുള്ള യാത്ര. വൈപ്പിനിൽ നിന്ന് ഫോർട്ട് കൊച്ചി വരെ എത്രയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, കാരണം 2 വർഷം മുമ്പാണ് ഞാൻ യാത്ര ചെയ്തത്. എങ്ങനെ പോയാലും ഒരു 50 രൂപ താഴെയൊക്കെ ഉള്ളൂ എമൗണ്ട് വരുന്നത്. ജങ്കാറിൽ കയറി പുറത്തെ കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. അതിമനോഹരമായ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. പുറത്തൊക്കെ ജങ്കാറിൻ്റെ അടുത്തോടെ ചെറിയ ചെറിയ വള്ളങ്ങളും ബോട്ടുകളൊക്കെ പോകുന്നത് കാണാം. അങ്ങനെ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരുന്ന സമയത്താണ് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വൈപ്പിനിലേക്ക് മറ്റൊരു ജങ്കാറ് വരുന്നത്. ഈ ഒരു വീഡിയോ കാണുന്നതിനേക്കാൾ സുന്ദരമാണ് കേട്ടോ നേരിട്ട് കാണാനായിട്ട്. ജങ്കാറിൽ ആൾക്കാരും അതിനോടൊപ്പം തന്നെ വണ്ടികളും ഒക്കെ ആയിട്ട് ജങ്കാർ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എതിർ ദിശയിൽ നിന്ന് മറ്റൊരു ജങ്കാറും വരുന്നുണ്ട്. അങ്ങനെ ജങ്കാറിൽ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ സമയത്താണ് ആ ഒരു സംഭവം എൻ്റെ കണ്ണിൽപ്പെട്ടത്. ഒരു പാലസ്, എനിക്ക് തോന്നുന്നു അത് ബോൾഗാട്ടി പാലസ് ആണെന്ന്. തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. അതെന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക അറിയുന്നവർ. അതുപോലെ തന്നെ ജങ്കാറിൽ ആരെങ്കിലും യാത്ര ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് യാത്ര ചെയ്യണം കേട്ടോ. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ ലാസ്റ്റ് ജങ്കാർ കയറിയത് ഈ കഴിഞ്ഞ ന്യൂ ഇയറിനാണ്. ന്യൂ ഇയർ ആഘോഷിക്കാൻ പോയിട്ട് അവിടെ നിന്ന് ഫോർട്ട് കൊച്ചി ടു വൈപ്പിൻ. പകൽ പോകുമ്പോൾ മറ്റൊരു വൈബാണ്, രാത്രിയിലാണെങ്കിൽ അത് വേറൊരു വൈബാണ്. അപ്പോൾ അങ്ങനെ രണ്ടും എനിക്ക് ആസ്വദിക്കാൻ പറ്റി. അതായത് പകൽ സമയത്തെ ജങ്കാർ യാത്രയും രാത്രി സമയത്തെ ജങ്കാർ യാത്രയും. അപ്പോൾ ജങ്കാറിൽ ഏതോ ഒരു ചേട്ടൻ വന്ന് അത് സ്പീഡ് കുറയ്ക്കാനോ എന്താണെന്നറിയത്തില്ല, എന്തോ കാണിക്കുന്നുണ്ട്. അതിങ്ങനെ കുറേ നേരം നോക്കി നിന്നു. അപ്പോൾ നമ്മൾ പയ്യെ ഫോർട്ട് കൊച്ചി അടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജങ്കാറിനോട് ടാറ്റ ബൈ ബൈ പറയും. കാരണം ഫോർട്ട് കൊച്ചി എത്താറായി. ജങ്കാർ ഫോർട്ട് കൊച്ചി തീരത്തോട് അടുപ്പിക്കുകയാണ് ആ ചേട്ടൻ. തൊട്ടടുത്തായിട്ടും കുറേ ബോട്ടുകളൊക്കെ ഉണ്ട് മീൻ പിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ അല്പസമയത്തിനകം ജങ്കാറിൽ നിന്ന് ഇറങ്ങി ഫോർട്ട് കൊച്ചിയിലെ കാഴ്ചകളാണ് ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഫോർട്ട് കൊച്ചി ഞാനിപ്പോൾ ഇത് 2ാമത്തെ പ്രാവശ്യമാണെന്ന് തോന്നുന്നു വരുന്നത്. അങ്ങനെ നമ്മൾ ഫോർട്ട് കൊച്ചി എത്തി, നമ്മൾ ഇറങ്ങി. ഇതാണ് ഫോർട്ട് കൊച്ചി. അപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ ഞാനിപ്പോൾ രാവിലെ ആയതുകൊണ്ട് അധികം ചൂടൊന്നുമില്ല. ഇപ്പോൾ ഒരു 10:30 ആയി കാണും, എങ്കിലും നല്ല തിരക്കാണ്. ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, സായിബുമാരൊക്കെ ഉണ്ട് ഇവിടെ. ഫോർട്ട് കൊച്ചിയിലൊരു വാക്കിംഗ് പ്ലേസ് ഉണ്ടല്ലോ, അതിലേക്കൂടെയാണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പല തരത്തിലുള്ള മീനുകൾ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. മീനുകൾ മാത്രമല്ല കേട്ടോ, പല ഐറ്റംസ് ഉണ്ട്. പക്ഷെ എല്ലാതും നല്ല റേറ്റാണ്. മോതിരം, മാല, വള, അങ്ങനെ എല്ലാ തരത്തിലുള്ള ഐറ്റംസിനും നല്ല റേറ്റാണ് ഇവിടെ. അതുപോലെ തന്നെ നമ്മുടെ സായിപ്പുമാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. കുറേ സായിപ്പുമാരുടെ കൂടെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഞാൻ വെറുതെ ഇരിക്കട്ടെ, ഒരു വഴിക്ക് പോവല്ലേ. ഞാൻ മാത്രമല്ല കേട്ടോ, ഒരുപാട് ആൾക്കാർ സായിപ്പുമാരുടെ കൂടെ ഇന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് എനിക്കും എടുത്തുകൂടാ എന്നുള്ള ഒരു ചിന്ത വന്നപ്പോൾ ഞാനും സായിപ്പിനോട് ചോദിച്ചു. സായിപ്പ് പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല എടുത്തോളാൻ പറഞ്ഞു. ഞാനും എടുത്തു. വളരെ വെറൈറ്റി ഐറ്റംസ് മീനുകളാണ് ഇവിടെ ഉള്ളത്. എല്ലാം നല്ല ഫ്രഷ് ഐറ്റംസ് ആണ് കേട്ടോ. എൻ്റെ നാട്ടിലേക്കൊക്കെ 2-3 ദിവസമൊക്കെ കഴിഞ്ഞ് മീനൊക്കെയാണ് വരുന്നത്. ഒട്ടും ഫ്രഷ് അല്ല. പക്ഷേ ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല, കാരണം നല്ല മണമായിരിക്കും. നല്ല മണം എന്ന് ഞാൻ വിചാരിച്ചത് മീനിൻ്റെ മണം എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ചെറിയ തെറ്റുകളൊക്കെ വരും, ക്ഷമിക്കുക. അപ്പോൾ ഞാൻ വീണ്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഏറ്റവും കൂടുതൽ സായിപ്പുമാരും മാതാമകളുമാണ്.
മുക്കിലും മൂലയിലും ഒക്കെ ഇവരാണ്. എനിക്ക് തോന്നുന്നു അവിടെ ഫോർട്ട് കൊച്ചിയിൽ മലയാളികളെക്കാൾ കൂടുതലും ഫോറിനേഴ്സാണ്. ഒരു കടയിൽ കയറി ഞാൻ ഒരു കുപ്പി വെള്ളം വാങ്ങിച്ചു. അവിടെ ഇരിപ്പുണ്ട് സായിപ്പന്മാർ. എല്ലായിടത്തും സായിപ്പന്മാരാണ്. അതുപോലെ തന്നെ ഫോർട്ട് കൊച്ചിയിൽ പല ഷോപ്പുകളിലും കരകൗശല വസ്തുക്കളുണ്ട്. നല്ല റേറ്റാണ്. നല്ല റേറ്റ് എന്ന് പറഞ്ഞാൽ നല്ല റേറ്റാണ്. കാരണം എനിക്ക് തോന്നുന്നത് ഈ ഫോറിനേഴ്സൊക്കെ വരുന്നതുകൊണ്ടായിരിക്കും അത്രയും റേറ്റ് കൂട്ടി വെച്ചിരിക്കുന്നത് അവർ. കണ്ടോ, ഞണ്ട്, പല തരത്തിലുള്ള മീനുകളുണ്ട്, ഞണ്ട്. വീണ്ടും മുന്നോട്ട് നടന്നപ്പോൾ മറ്റ് കുറേ ഐറ്റംസ് കണ്ടു. നമുക്ക് ഈ വീട്ടിലൊക്കെ വെക്കാൻ പറ്റുന്ന കുറേ ഐറ്റംസൊക്കെ, ഈ കടലിൽ നിന്ന് കിട്ടുന്ന ശംഖ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളില്ലേ. എല്ലാത്തിനും നല്ല റേറ്റാണ്. ചോദിക്കുന്ന ഏതൊരു ഐറ്റംസിനാണെങ്കിലും മറ്റ് കടകളേക്കാൾ കൂടുതൽ റേറ്റാണ് ഇവിടെ. ഫോർട്ട് കൊച്ചിയിൽ ന്യൂ ഇയറിൻ്റെ അന്ന് നല്ല പരിപാടിയൊക്കെ ഉണ്ട് രാത്രിയിൽ. അതായത് 31-ാം തീയതി രാത്രിയിൽ പാപ്പാനെയൊക്കെ കത്തിക്കുന്ന സംഭവമൊക്കെ ഉണ്ട്. ഞാനൊരു പ്രാവശ്യം വന്നപ്പം അത് കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയാണ് കേട്ടോ. അതുപോലെ തന്നെ കുറേ ആൾക്കാർ ചീനവലയൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് നിൽപ്പുണ്ട്. അവിടെ വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ അവിടെ എല്ലായിടത്തും ചെറിയ ചെറിയ ഇതുപോലത്തെ പെട്ടിക്കടകളുണ്ട്. അവിടെ ഈ പറഞ്ഞ പോലെ കരകൗശല ഐറ്റംസൊക്കെയാണ് വിൽക്കുന്നത്. നല്ല റേറ്റാണോ, എല്ലാത്തിനും നല്ല റേറ്റാണ്. റേറ്റ് കുറഞ്ഞ ഒരു ഐറ്റംസ് പോലും അവിടെ ഇല്ല. പിന്നെ കുറേ ചെറിയ മീൻ പിടിക്കുന്ന ബോട്ടുകളൊക്കെ അവിടെ കാണാം. അതൊക്കെ നമുക്ക് നേരിട്ട് പോയി കാണുമ്പോഴാണ് അതിൻ്റെ ആ ഒരു മനോഹാരിത നമുക്ക് നേരിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ കുറേ ചീനവലയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ കുറേ നേരം നമുക്കിങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഫോർട്ട് കൊച്ചി. ഇത് വേസ്റ്റ് പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് വലിയൊരു കുപ്പി ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ. പിന്നെ കുറച്ചുകൂടെ മുമ്പോട്ട് നിന്നപ്പം ഈ മതിലിൽ ഈ ബോധവൽക്കരണം പോലെ ഡ്രഗ്സിനെ കുറിച്ചൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നല്ല കാര്യമൊക്കെയാണ്. ഇപ്പോൾ ഒരുപാട് പേര് ഡ്രഗ്സിന് അടിമപ്പെടുന്നുണ്ട്. പിന്നെ കുറേ അങ്ങ് നടന്നു നിന്നപ്പം ഒരു മ്യൂസിയം കമ്പനി എന്ന് പറയുന്നൊരു ഷോപ്പ് കണ്ടു. അങ്ങനെ ആ ഷോപ്പിൽ കയറി കുറേ ഐറ്റംസൊക്കെ നോക്കിയപ്പം അവിടെയും നല്ല റേറ്റാണ് കേട്ടോ. ഈ ഷോപ്പിൽ കൂടുതലും കരകൗശല വസ്തുക്കളാണ്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ കുറേ ഐറ്റംസ്, നെറ്റിപ്പട്ടം, അതായത് നമ്മുടെ വീട്ടിലൊക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നെറ്റിപ്പട്ടങ്ങൾ, അതുപോലെ ഈ ചിരട്ട കൊണ്ടുള്ള ഐറ്റംസ്, ബോട്ടിൽ ക്രാഫ്റ്റ്, അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ ഫോറിനേഴ്സ് വാങ്ങിക്കും. അതുപോലെ തന്നെ ചിരട്ട കൊണ്ടുണ്ടാക്കുന്ന ഒരുപാട് ക്രാഫ്റ്റ് ഐറ്റംസ് അവിടെ ഉണ്ട്. അങ്ങനെ അവിടത്തൊക്കെ കാഴ്ച കണ്ട് തിരിച്ച് പോകാനായിട്ട് തുടങ്ങിയപ്പം കുറേ കണ്ടെയ്നറുമായിട്ടൊരു കപ്പൽ പോകണുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ അതിങ്ങനെ മൂവ് ചെയ്യുന്നത് കാണാനായിട്ട്. പിന്നെ അതിങ്ങനെ കുറേ നേരം കണ്ടുകൊണ്ട് നിന്നു. പിന്നെ ചെറുതായിട്ട് വിശപ്പിൻ്റെ വിളി വന്നപ്പോൾ ഞാനങ്ങ് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട.